അസമിൽ വീണ്ടും മഴ കനക്കുന്നു. പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 89 ഉയർന്നു. 1.22 ലക്ഷം ആളുകളെയാണ് പ്രളയം ബാധിച്ചത്. വിഷ്ണു പ്രസാദിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, എത്ര രൂക്ഷമായാണ് പ്രളയം ആ മേഖലയെ ബാധിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും. എന്താണ് നിലവിലെ അവസ്ഥ? മോത്തി, ഈ 6-ാം തീയതി മുതൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ അസമിൽ മഴ ശക്തമായിട്ടുള്ളത്. നിലവിൽ 89 പേരാണ് മഴക്കെടുതിയിൽ ഇതുവരെ അസമിൽ മരിച്ചിട്ടുള്ളത്. ഇപ്പോഴും 5 ജില്ലകളിലായി 1.22 ലക്ഷം ആളുകളെ പ്രളയം ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. മഴ കൂടുതൽ കനത്താൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലടക്കമുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാമെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ആസം സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആസാമിന് പര്യാപ്തമായിട്ടുള്ള പ്രളയക്കെടുതിയെ നേരിടുന്നതിനുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ സഹായം നൽകാനും കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകളെ ഇപ്പോഴും മാറ്റിപ്പാർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കുന്നതുമായ നടപടികൾ അസമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർഹട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടർന്നാൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടുതൽ മാറ്റങ്ങളും അല്ലെങ്കിൽ കൂടുതൽ നടപടികളും സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ആസം സർക്കാരും അറിയിക്കുന്നത്. മോദി. ശരി.